അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ
നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ 10% മാത്രമാണ് പ്രാർത്ഥനാ ജീവിതം. പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അനുഷ്ഠാന ജീവിതമാണെന്നാണ്, ആചാര ജീവിതം. അതുമല്ല. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആദിമസഭയുടെ കോൺസെപ്റ്റ് ഉണ്ട്. അത് അടിപൊളി കോൺസെപ്റ്റാണ്. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസമെന്ന്. അത് യോഹന്നാൻ അവസാനത്തെ വെളിപാടുകളിൽ ഒന്നാണത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. എനിക്ക് തോന്നിയിരിക്കുന്നത്, എൻ്റെ ഇത്രയും നാളുള്ള ആധ്യാത്മികമായ അന്വേഷണത്തിൽ എനിക്ക് വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ, ബൈബിൾ ഒത്തിരി ഫെയ്ത്തുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ബേസിക് ഒരു മാതൃകാ വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അത് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം നമ്മളിൽ ലോകത്തിൻ്റെ ഒത്തിരി ഘട്ടങ്ങളുണ്ട്. ഈ നമ്മൾ പറയത്തില്ലേ, വെള്ളത്തിലാണ് വള്ളം കിടക്കേണ്ടതെന്നൊക്കെ പറയത്തില്ലേ. അല്ലാതെ വള്ളത്തിൽ കിടക്കരുതെന്ന് പറയും, വള്ളം പൊങ്ങിപ്പോകും. വെള്ളം ആവശ്യമാണ് വള്ളം തുഴഞ്ഞു പോകാൻ വേണ്ടി. പക്ഷെ ചില സമയത്ത് ഈ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കും, അപ്പോൾ വള്ളം പൊങ്ങിപ്പോകും. അത് ലോകത്തിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ലോകത്തിലാണ്, അതേസമയത്ത് ലോകം നമ്മളിൽ വന്ന് നിറയും, അതോടെ ജീവിതം മുങ്ങിപ്പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ ഈ ലോകം എന്ന് പറയണത്? ഈ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറയത്തില്ല നിങ്ങളോട്. അത് പ്രത്യേകിച്ച് 2 Pത്രോസ് 1:4 ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതനുസരിച്ച് ഇപ്പൊ ദൈവിക സ്വഭാവം നമ്മളെ ഘട്ടം ഘട്ടമായി നമ്മളിൽ കൂടുന്നതനുസരിച്ചാണ് പങ്കുകാരാകുന്നതിന്. എന്താണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ, ജ്ഞാനത്തെ ക്ഷമ അല്ലെങ്കിൽ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ സഹനശക്തി അഥവാ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും. കണ്ടാ, ഉപവിയിലേക്ക് വരുമ്പോൾ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഈ ഉപവി എന്ന് പറയണത് ബൈബിളിൽ ഈ തർജിമയിൽ ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ്. ഇരുട്ടുമുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ടത്തില്ലല്ലേ. അത് കാരണം ഈ ഉപവിയെ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉപവി നമ്മൾ പറയും സൽപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവി ശരിക്കും പറഞ്ഞാൽ സൽപ്രവൃത്തിയാണ്. പക്ഷെ ലോകം മരിച്ചുപോയൊരു സൽപ്രവൃത്തിയാണ് ഉപവി. എല്ലാത്തിൻ്റെ അകത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാകും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കണം. അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ്. അയാളെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും ഓക്സിജൻ എടുക്കുന്നുണ്ട്, പക്ഷേ ബോധമില്ല, കണ്ണും കാണാൻ പറ്റില്ല. ബോധമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്ന അയാളുടെ ഭാര്യയാണ്. അയാളുടെ ജീവിതകാലത്ത് ഭയങ്കര തെറിയും ബഹളമൊക്കെ ആയിരുന്നു, അടിയിടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം ഇങ്ങനെ പെട്ട് കിടക്കുന്നത്. ഭാര്യയ്ക്ക് ഒന്നും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല ഈ ഇടയ്ക്ക് ഒന്ന്. കല്യാണം കഴിച്ചു, 2 ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനുഷ്യരല്ലേ, നമുക്ക് തോന്നണ്ടേ? അപ്പോൾ എന്നിട്ടും ഈ സ്ത്രീക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ
അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്ത് നല്ല ആകൃതപ്പെട്ട ജീവിതത്തിൽ എൻ്റെ പങ്കാളിയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അയാൾ ഇനി അവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ? ഒരു പുഞ്ചിരിയോ? ഇവർ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതിനന്ദിയായിട്ട് ഇടി എനിക്ക് തെറ്റിപ്പോയി, നിൻ്റെ കൂടെ ജീവിച്ചിട്ട് 10-30 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്നും സഹായിക്കാൻ പറ്റിയില്ല, നിന്നെ സന്ധിക്കാൻ പറ്റില്ല, നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും. എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ, ദൈവത്തോടെ കടമ പോലെ ഭാര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിന് കാഴ്ചവെക്കും, കർത്താവിൻ്റെ നാമത്തെ പ്രതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ ഉപവി എന്ന് പറയണത്. അങ്ങനെ ഉപവിയല്ല, ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമേ ഉപവിയാണ്. അതുകൊണ്ട് ഈശോ പറയണത് എന്താണ്? നിങ്ങൾ ഇടത്ത് കൈ ചെയ്യണത് വലത്ത് കൈ അറിയാതിരിക്കട്ടെ. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന്. അത് രഹസ്യം കണ്ട, ഈ രഹസ്യത്തിൽ ചെയ്യുന്ന വിഷയത്തിനാണ് ഈ ഉപവി എന്ന് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതാണ് ഈ ഉപവിയുടെ സംഭവം. അപ്പൊ ദൈവത്തെ മാത്രം മുൻനിർത്തി പരസ്യങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ഈ നമ്മള് പല ആൾക്കാരും സൽപ്രവർത്തിക്കാർ ഡെയിലി വേജസ്സുകാരാണ്. എന്നുവെച്ചാൽ അവരപ്പം ചെയ്യണ നന്മയുടെ പ്രവൃത്തി അവർക്ക് അപ്പം തന്നെ വേണം. അതാണ് ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഡെയിലി വേജസ്സുകാരാണ്. അതായത് എല്ലാവരും അറിയിച്ചേ ചെയ്യത്തുള്ളൂ, അത് അല്ലെങ്കിൽ ചെയ്ത് വെച്ചും മറ്റു മനുഷ്യരോട് പറയും. ഇങ്ങനെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് ഇത് ഡെയിലി വേജസ്സാണ്. അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. നിത്യതയ്ക്ക് നിക്ഷേപമില്ല. അതേ പ്രശ്നം വെച്ചാൽ നിത്യതയുടെ നിക്ഷേപമാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി വരുമാനം ഇല്ലെങ്കിലും നിത്യതയിലൊരു നിക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്ന ദൈവസ്നേഹ പ്രവർത്തനങ്ങളാണ്, കൃപാവര പ്രവർത്തനങ്ങളാണ് ഉപവികളെന്ന് പറഞ്ഞത്. ഈ നമ്മൾ ഉപവിയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ മറ്റുള്ളവർ നന്ദി പറഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഒരു പ്രശ്നവുമില്ല. ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ് ഫോർ ജീസസ്. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തതാണെന്ന് ഇങ്ങനെ ഭംഗിവാക്കൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല, നമ്മുടെ മനസ്സിൽ വി മസ്റ്റ് ബി കണ്ടന്റഡ്. ആ വിഷയത്തിൽ ആന്തരിക തൃപ്തി ഉണ്ടാകണം നമുക്ക്. അപ്പം നമ്മൾ ഉപവിയിലായി. ഈ ഉപവിയിലായി കഴിഞ്ഞാൽ വി ഹാവ് നോ കംപ്ലൈൻറ്റ്. നമുക്ക് പിന്നെ കംപ്ലൈൻറ്റ് ഇല്ല. മാതാവിൻ്റെ ഏറ്റവും വലിയ സംഭവം ഉപവിയാണ്. ജീവിതം മൊത്തം ഉപവിയാണ്. ഉപവിക്ക് കർത്താവ് വചനം മാംസമായി നമ്മുടെ വസിച്ചു, മറിയം ഉപവി മാംസമായി നമ്മുടെ വസിച്ചതാണ്. നോ കംപ്ലൈൻറ്റ്. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയണില്ലേ? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയും. എല്ലാവർക്കും അമ്മയെ ആക്രമിക്കുന്നതിന് ഭയങ്കര മത്സരമാണ് ലോകത്ത്. പക്ഷെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്നതൊക്കെ വളരെ സ്പെക്കുലേറ്റീവ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ നോളജാണ്. അതൊരു ഇൻഫർമേഷൻ്റെ ഫലമേ ചെയ്യത്തുള്ളൂ. ആന്തരികമായിട്ട് ഈ വ്യക്തിത്വത്തെ ദൈവം എങ്ങനെയാണ് വചനത്തെ കൈമാറാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയത്, അതിൻ്റെ പ്രധാന കാരണം ഉപവി മാംസം ധരിച്ച്. നമ്മളെപ്പോഴും മരിയന് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയെപ്പോലെ ഉപവിയുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ആന്തരികമായ സന്തോഷത്തിൽ ആന്തരിക തൃപ്തിയോട് ജീവിക്കാൻ അമ്മേ, പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് നിന്നെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിപാവനമായ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. ഇത് ഈ അൾത്താരയിൽ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ വരുന്നത് വാടയ്ക്കൽ ദൈവജനമാത ഇടവകയിൽ നിന്നാണ്, ആലപ്പുഴ ജില്ലയിൽ. ഇത് എൻ്റെ ഭർത്താവ് ജീവൻ, മൂത്ത മോൾ ഇൻസ തെരേസ, 2ാമത്തെ കുഞ്ഞ് ജോസഫ്. 2017
ജനുവരി 7-നായിരുന്നു എൻ്റെ ആദ്യത്തെ കല്യാണം. 72 ദിവസങ്ങൾ മാത്രമേ അതിന് ഞങ്ങൾ കല്യാണം ജീവിച്ചുള്ളൂ. 72 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവ് ഒരു കാർഡിയാക് അറസ്റ്റ് മൂലം വിദേശത്ത് വെച്ച് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ മൂത്ത മോളെ പ്രഗ്നൻ്റായിരുന്നു. ഒത്തിരിയേറെ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മോളെ കിട്ടിയ സാക്ഷ്യം ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവളെ പ്രഗ്നൻ്റായ സമയം തൊട്ട് ഡെലിവറി കഴിയുന്നവരെ ഈ കൃപാസനത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മോളുണ്ടായി ഇവിടെ വന്ന് ഞാൻ ഇവക്കൊരു 6 മാസമായപ്പോഴാണ് സാക്ഷ്യം പറയുന്നത്. അതിനുശേഷം തികച്ചും മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരാളെപ്പോലെയായിരുന്നു എൻ്റെ ജീവിതം. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല. ഒത്തിരിയേറെ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് ആരാധന കൂടുമായിരുന്നു. ആ സമയത്ത് അച്ഛനെ കാണാനായിട്ടൊരവസരമുണ്ടായി. അപ്പോൾ അച്ഛൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് മെസ്സേജ് പറഞ്ഞത് നീ ഒരു സെക്കൻഡ് മാരേജിനെ പറ്റി ചിന്തിക്കണമെന്നാണ്. പക്ഷേ എനിക്ക് മോളായത് കാരണം അവളുടെ ഭാവി ഓർത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം 2020 പെട്ടെന്ന് എൻ്റെ ബ്രദർ മരിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണവും നടന്നു. അപ്പോൾ അച്ഛനെ വന്ന് ഞാൻ വീണ്ടും കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒറ്റപ്പെട്ടു പോകും മോളെ, നീ ഒരു കല്യാണത്തെപ്പറ്റി ചിന്തിക്കണം, ദൈവം ഒരു വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വീണ്ടും അവസരം കിട്ടി. അന്ന് അച്ഛനൊരു മെസ്സേജ് പറയുകയാണ്, ജെ എന്ന ലെറ്ററാണ്, അത് ഒരു ഡിവോഴ്സ് കേസാണ്, പക്ഷേ അരമന കോടതിയിലെ പേപ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ പ്രൊസീഡ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ചേട്ടൻ്റെ പ്രപ്പോസൽ വന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അരമന കോടതിയിലെ പേപ്പർ കിട്ടി. അങ്ങനെ നവംബർ 3, 2021 ഞങ്ങളുടെ കല്യാണം നടന്നു. ആ സമയം വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, മാതാവേ, എൻ്റെ കുഞ്ഞിനെ എന്നെക്കാൾ പരിപാലിക്കുന്ന മാതാവ് ഈശോ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മയെ ഔസേപ്പിതാവ് പരിപാലിച്ച പോലെ എൻ്റെ മകളെ പരിപാലിക്കുന്ന ഒരു ഭർത്താവിന് തരണമേ എന്ന് നിരന്തരം ഞാൻ അമ്മയോടും ഔസേപ്പിതാവിനോടും അതേസമയം ഇവളുടെ പപ്പായോടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നവംബർ 3, 2021 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. മാതാവ് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഏറ്റവും നല്ലൊരു ജീവിത പങ്കാളിത്തം തന്നെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജീവൻ എന്നാണ്. പിന്നെ ഉടമ്പടി എൻ്റെ മുടങ്ങിപ്പോയായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് പുതുക്കാൻ പറ്റാണ്ടായി. 2022 ജനുവരി 17 ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി. പക്ഷേ അദ്ദേഹത്തിന് സ്പേമിൻ്റെ കൗണ്ടും മോട്ടിലിറ്റിയും തീരെ കുറവായിരുന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ പോലും ഈ കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കും, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഒരു സാധാരണ ക്രിസ്ത്യാനിയെ പോലെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കുവൈറ്റിൽ ഓയിൽ റിഗിലാണ്. അപ്പോൾ അവിടുത്തെ ജോലി സാഹചര്യം മൂലം എപ്പോഴും എൻ്റെ ഓവുലേഷൻ സമയത്ത് ലീവിന് വരാൻ സാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കും ഞങ്ങൾ ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. പക്ഷേ 2 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയെങ്കിലും ആ 2 പ്രാവശ്യം മിസ്കാരേജ് ആയിപ്പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര സമ്മർദ്ദം, IUI അല്ലെങ്കിൽ IVF ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുങ്ങണമെന്നുള്ളതായിരുന്നു. ഞാൻ ആ സമയത്ത് OET പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. ഞാൻ OET എഴുതി, എനിക്ക് മാൾട്ട സ്കോർ ലഭിച്ചു. അപ്പോൾ എനിക്ക് ഗ്യാപ്പുള്ളത് കാരണം വീണ്ടും എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ആ സമയത്ത് വീണ്ടും ഇവരുടെ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറുണ്ടായി. IUI അല്ലെങ്കിൽ IVF ചെയ്ത് എത്രയും പെട്ടെന്ന് കൺസീവ് ആയിട്ട് ഒരു കുഞ്ഞായിട്ട് പുറത്തേക്ക് പോയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം വന്നു. അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ തന്നെ നോക്കാമെന്ന് ഓർത്ത് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നത്, ഇത്രയും സ്പേം കൗണ്ട് മോട്ടിലിറ്റിയും കുറവായത് കാരണം IUI നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം, അത് പോസിബിൾ ആയില്ലെങ്കിൽ IVF നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു. എനിക്ക് കത്തോലിക്ക മതവിശ്വാസപ്രകാരം ആ ഒരു പ്രൊസീജിയറിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു. എനിക്കൊരു കുഞ്ഞിനെ തന്നു, ഇത്രയും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ മാതാവിന് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇതോടെ നിർത്താം,
ചേട്ടായി പോയൊരു ഉടമ്പടി എടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധം കൊണ്ട് ഇവിടെ വന്നു. ഓഗസ്റ്റ് 21 2023 ഓഗസ്റ്റിൽ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്തു. ഇവിടുത്തെ പ്രാർത്ഥനകളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ഒരു മാസം കഴിഞ്ഞ് കൃത്യം സെപ്റ്റംബർ മാസം ആയപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയെന്നുള്ള കാര്യം അറിഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും ദൂരം, ഞാൻ ജോലി ചെയ്യുന്നത് ചേർത്തല മതിലകത്തായിരുന്നു, എനിക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജോലിക്ക് പോകുന്നത് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ആ പ്രഗ്നൻസിയിൽ മാതാവിൻ്റെ വലിയ സംരക്ഷണമാണ്. എനിക്ക് ഒരു കുഴപ്പങ്ങളുമില്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആയപ്പോഴത്തേക്കും ഡയബറ്റിക്കായി. പക്ഷേ ലാസ്റ്റ് ട്രൈമസ്റ്ററിലെ സ്കാനിൽ കുഞ്ഞിൻ്റെ 2 കാലുകൾക്കും നീള വ്യത്യാസം ഉണ്ടാകുമെന്ന് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ സൈത്ത് തന്ന് ഞാൻ എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത സമയം തൊട്ട് എല്ലാ പ്രതിസന്ധി വരുമ്പോഴും കുഞ്ഞാകാൻ വേണ്ടിയിട്ടുമൊക്കെ ഞാൻ വയറ്റിലും നെറ്റിയിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തൈലം പൂശി പ്രാർത്ഥിച്ചു. ലാസ്റ്റ് വീക്കിൽ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നു, രണ്ടാമത്തതാണ്, ഡയബറ്റിക്, ഇതിൽ റിസ്ക് ഉള്ളതായത് കാരണം നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട, ആദ്യം ഒന്ന് ഇൻഡ്യൂസ് ചെയ്ത് നോക്കിയിട്ട് നോർമലായില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം, അമ്മ എനിക്ക് സുഖപ്രസവത്തിലുള്ള ഒരു കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന തലേ ദിവസം രാത്രി ഞാൻ അച്ഛൻ്റെ ആരാധനകൾ ഞങ്ങൾ 2 പേരും കൂടെ നിരന്തരം കണ്ടുകൊണ്ടേയിരുന്നു പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 17-ാം തീയതി ഇൻഡ്യൂസ് ചെയ്തു. രാവിലെ 10 മണിയായപ്പോഴത്തേക്കും ഞാൻ നോർമൽ ഡെലിവറിയായി. മാതാവ് സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എനിക്ക് തന്നു. അവൻ്റെ കാലുകൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഏറ്റവും നല്ല മിടുക്കനായൊരു കുഞ്ഞിനെ മാതാവും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിന് ദാനമായി തന്നു. അവൻ്റെ പേര് ഞാൻ ഔസേപ്പിതാവിൻ്റെ വലിയൊരു ഭക്തിയാണ്. എനിക്ക് ഔസേപ്പിതാവിനെ ഒത്തിരിയേറെ ഇഷ്ടമായതുകൊണ്ട് ഇവൻ്റെ പേര് യൗസേപ്പ് എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ വിളിക്കുന്നത്. ജോസഫ് എന്നാണ് അവൻ്റെ പള്ളിയിലെ പേര്. അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും ഒത്തിരിയേറെ നന്ദി പറയുന്നു. വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ 2 കുഞ്ഞുങ്ങളായപ്പോൾ എനിക്ക് ഒരു 4 വർഷത്തിലേറെ ഗ്യാപ്പായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നൊരു ജോലി എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം അമ്മ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാതെ രാവിലെ പോയി ഒരു 5 മണിക്ക് എൻ്റെ വീട്ടിലെത്താൻ പറ്റും തരത്തിലുള്ളൊരു ജോലി അമ്മ ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അത് എനിക്ക് ഗവൺമെൻറ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എക്സ്പീരിയൻസ് ഗ്യാപ്പുമുണ്ട്. ആ സമയത്ത് അങ്ങനെയുള്ള കാര്യം ശരിയാകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ കസിൻ പറഞ്ഞു, നാഷണൽ ഹെൽത്ത് മിഷനിലൊരു വേക്കൻസി ഉണ്ടെന്ന് നീ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു. ഫെബ്രുവരി മാസം അതിൻ്റെ എക്സാം ആയിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എക്സാം കഴിഞ്ഞു. ജൂലൈ മാസം, ഈ ജൂലൈയിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എൻ്റെ ബർത്ത്ഡേ മാസമാണ്, അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞു. ആ മാസം ഞങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഞാൻ 78-ാമത്തെ നമ്പറായിരുന്നു. ഓഗസ്റ്റ് 29-ന് ചെങ്ങന്നൂർ ആല എന്ന് പറയുന്ന ഹെൽത്ത് സെൻറ്ററിൽ MLSP എന്ന താൽക്കാലിക വേക്കൻസി നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞാൻ ജോലിയിൽ പ്രവേശിച്ചിട്ട് 6 മാസമായി. ഈ 2 സാക്ഷ്യങ്ങളും ഞാനിവിടെ വന്ന് പറയാൻ ഒത്തിരിയേറെ വൈകിപ്പോയി. അതിന് അമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ അമ്മ ഈശോയും തന്ന എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതം ഞാൻ കരുതിയ 2017 ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഇതോടെ എല്ലാം അവസാനിക്കുമെന്ന്. പക്ഷേ എവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതിയോ അവിടെ നിന്നും അമ്മ എന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. ഞാനും ഹസ്ബൻഡും കൂടെ വണ്ടാനം മെഡിക്കൽ കോളേജിലും ആലപ്പുഴ GHലും അവിടെയുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാം പത്രം കൊടുക്കും. വായിക്കാൻ പറ്റാത്തവർക്ക് വായിച്ചു കൊടുക്കും. വിശ്വാസമില്ലാത്തവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ സാക്ഷ്യങ്ങൾ അവിടെ ഇരുന്ന് വായിച്ചു കൊടുക്കുകയും ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ മോൻ്റെ ഡെലിവറിയുടെ ഒരാഴ്ച മുന്നേ വരെ, അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു നാട്ടിൽ. ആ സമയത്ത് ഞാനിവിടുന്ന് ഉച്ചയ്ക്കുള്ള പൊതിച്ചോറുണ്ടാക്കി കൊണ്ടുപോയി വണ്ടിയിൽ കൊണ്ടുപോയി എല്ലാ രോഗികൾക്കും കൊടുക്കുമായിരുന്നു. ഡയാലിസിസ് യൂണിറ്റിലെയും ക്യാൻസർ യൂണിറ്റിലെയും പേഷ്യൻസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്.
പിന്നെ ഇപ്പോൾ എനിക്കും ഹസ്ബൻഡിന് കിട്ടുന്ന സാലറിയുടെ ഒരു വിഹിതം പാലിയേറ്റീവിലെ രോഗികൾക്കായിട്ട് ട്രസ്റ്റുകളിലായിട്ടും ഞങ്ങൾക്കറിയാവുന്ന രോഗികൾക്കുമായിട്ട് അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങളോട് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ ഉള്ളതിൽ നിന്ന് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിലെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിമാരെയും കാണാൻ പോവുകയും അവരുടെ നഖം വെട്ടിക്കൊടുക്കുകയും മുടിചീവി കൊടുക്കുകയും അവരോട് ഈശോയെ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ വളരുവാൻ സാധിച്ചു. ആദ്യമൊക്കെ ഞാൻ മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ രാവിലെ 6:30 പോയാൽ തിരിച്ച് 6:30-7 മണിയൊക്കെ ആകുമ്പോഴാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ സാധിക്കുകയില്ല. എന്നാലും ബുധനാഴ്ചകളിൽ എൻ്റെ ഇടവക പള്ളിയിൽ പോയി വൈകുന്നേരം അവിടുത്തെ ആരാധനയിലും നൊവേനയിലും കുർബാനയിലൊക്കെ പങ്കുചേരാനും എനിക്ക് സമയം കിട്ടുമ്പോൾ പള്ളിയിൽ പോയി കുർബാന കൂടാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും ബൈബിൾ അരമണിക്കൂർ നേരം വായിക്കാറുണ്ട്. 2 ആഴ്ചയിൽ കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ഇതൊക്കെയാണ് ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉയരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ജീവനാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 1 മാസത്തിന് ശേഷം ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോയി. അതിനിടയ്ക്കാണ് കുഞ്ഞുണ്ടാവുന്ന കാര്യം അറിഞ്ഞത്. പിന്നെ മാതാവിൻ്റെയും ദേവകുമാരൻ്റെ സഹായത്തോണ്ട് കുഞ്ഞിന് ഒരു അപകടം കൂടാതെ ഞങ്ങൾക്ക് കിട്ടി. അതിന് ദൈവത്തിനും മാതാവിനും എല്ലാം 1000 നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ധ്യ ജോഷി. ഇതെൻ്റെ മകൾ ഏഞ്ചൽ ജോഷി. ഞങ്ങൾ താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ആർച്ച് എപ്പിസ്കോപ്പൽ ചർച്ച് താഴേക്കാട് നിന്നാണ് വരുന്നത്, ഇടവാംഗം. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ജൂൺ 7, 2024 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് തലവേദന എന്ന് മാറി. ഒരു 5-10 വർഷം ഉണ്ടായിട്ടുണ്ടായ തലവേദനയായിരുന്നു, അത് മാറി. പിന്നെ ഇടയ്ക്ക് വരുന്ന വയ്യായൊക്കെ ഏതാനും മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മകൾക്ക് കണ്ണുമ്മ കുരു ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, സ്പെറ്റ്സിൻ്റെ വെച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ ഇതുവരെ ഉടമ്പടി എടുത്തപ്പനെ ഇന്നവരെ വന്നിട്ടില്ല. അങ്ങനെ അതുപോലെ തന്നെ സിട്രീസും കഴിച്ചിരുന്നു മഞ്ഞുമാസമൊക്കെ ആകുമ്പോൾ അലർജി സംബന്ധമായിട്ട്, അതും പൂർണ്ണമായി മാറി. ഇപ്പോൾ ഇതുവരെ അതിന് ശേഷം കഴിച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഞങ്ങളുടെ ലോയറിൻ്റെ കയ്യിൽ ഒരു പാമ്പിനെ കണ്ട പോലെയാണ് സ്വപ്നത്തിൽ കണ്ടത്, പാമ്പ് കയ്യിലിരിക്കുന്നതായിട്ട്. പക്ഷേ അത് ഞാനത് ജസ്റ്റ് ഒന്ന് എൻ്റെ മകളോട് പറഞ്ഞു. അവൾ ട്യൂഷൻ കഴിഞ്ഞ് വന്ന നേരത്തായിരുന്നു, യൂണിഫോം മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവൾ സ്റ്റെയർ കേസ് കയറി മോളിൽ പോയി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ആയില്ല, അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഭാഗ്യം കൊണ്ട് അവളെ പപ്പയുണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്ത് ഞാൻ കയറി ചെന്ന് നോക്കുമ്പോൾ ഒരു അണലി പാമ്പ്. ഞങ്ങൾ ഇവളുടെ വയസ്സിനകത്താണ് ഞങ്ങൾ വീട് വെച്ചത്. ഇതേവരെ അങ്ങനെ മുകളിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അത് ക്രയോൺസിൻ്റെ പെട്ടിയിലായിരുന്നു, ഇവളുടെ കയ്യിലായിരുന്നു. ഇവൾ നന്നായി പടം വരയ്ക്കും. അപ്പോൾ ആക്രിലിക് പെയിൻ്റൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സാധനം ക്രയോൺസ് പെട്ടി ഞാൻ തലേദിവസം വൃത്തിയാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി നീക്കി, ചെടിയുടെ അവിടേക്ക് കിടക്കായിരുന്നു. അപ്പോൾ ഞാനത് കാര്യമാക്കില്ലേ, അവള് ധ്യാനത്തിന് പോയേക്കായിരുന്നു 10th. അപ്പോൾ ധ്യാനം കഴിഞ്ഞ് വന്ന അന്ന് തന്നെയാണ് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഒരു നേരത്ത് അപ്പോഴാണ് ഇവള് മോളിൽ പോയിട്ട് ഈ ക്രയോൺസ് പെട്ടി ഫസ്റ്റ് തന്നെ അവളുടെ പടം വരയ്ക്കലാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും മിണ്ടിയില്ല, പോയി ചെയ്ത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞോടുകൂടി വിളി വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പാമ്പ് കയ്യിൽ. അത് ക്രയോൺസ് പെട്ടിയുടെ ആയിരുന്നു, താഴെ ഇവളുടെ ഇതിലേക്കാണ് വീണത്. ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടതും ഇവളുടെ കയ്യിൽ വന്നും കൂടി ആയപ്പോൾ ഇവളുടെ യൂണിഫോമിൻ്റെ ഇതും അതേ വേഷം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നല്ല വിശ്വാസമായി.
പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഈ മാതാവിൻ്റെ മാസമായിരുന്ന ഒക്ടോബർ മാസത്തിൽ മൊത്തം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. ഞാൻ ഹൗസ് വൈഫാണ്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ക്ലീനിങ്ങാണ് പരിപാടി, ചെടികളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ മൊത്തം തുറന്നിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്. എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയും ഇതുപോലെ തന്നെ ചീത്ത പറയാറുന്നു, നിനക്ക് എന്നും ഇത് തന്നെയാണ് പണിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസം ഇത് തലേദിവസം കയറി ഇരുന്നിട്ടുണ്ടാവണം. കിച്ചൺ കബോർഡിൻ്റെ അടിയിലത്തെ സ്റ്റെപ്പില്ല, എല്ലാം കബോർഡ് ഫുള്ളും അടച്ചുറപ്പുള്ളതാണ്. അപ്പോൾ മുകളിലേക്കും ഒരു രക്ഷയ്ക്കും കയറാൻ പറ്റില്ല. പക്ഷേ എന്തോ ബൈ ചാൻസ് അത് കയറിയിരുന്നു. കടിക്കേണ്ടതായിരുന്നു. ഇതുപോലെ തന്നെ ഒരിക്കലും ഇവള് ചെയ്യാത്ത അടുക്കളയിൽ വന്ന് എന്നെ വിളിച്ചിട്ട് പറയും, അമ്മ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു, പോയിന്ന് പഠിക്കും, ഞാൻ നിന്നാ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യമാണ്. വൈകിട്ട് 9:30 തന്നെ ഇതുപോലെ തന്നെ. അപ്പോൾ ആരുമില്ല, എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു. പാമ്പിനെ കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ല. പക്ഷേ ആ നേരം കൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് ഇതുപോലെ തന്നെ ആട്ടിയാടി ഒരു നൽകി അതിനെ ഞാൻ തന്നെ പറഞ്ഞയച്ചു. കാരണം വെച്ചാൽ കിച്ചൺ കബോർഡ് തുറന്നുമ്പോൾ തന്നെ നമുക്ക് കണ്ടേക്കുന്നത് പാമ്പിനെ തന്നെ. അതിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തി, ഞങ്ങളെ 2 പേരും രക്ഷപ്പെടുത്തി. കാരണം പിറ്റേ ദിവസം തുറന്നാലും അത് എൻ്റെ കയ്യിലാണ് പെടേണ്ടത്, അല്ലെങ്കിൽ ഇവളുടെ കയ്യിൽ. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഗ്രൂപ്പിൽ കൊറോണയുടെ സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് കൊറോണ വന്നിരിക്കുന്ന സമയത്തായി എൻ്റെ പേരിൽ എൻ്റെ ഫ്രണ്ട് ഒരു ഗ്രൂപ്പിൽ ചേരണമെന്ന് പറഞ്ഞ്, ഞങ്ങൾ നല്ല ഒരു പ്രവാസികളുടെ പോലത്തെ ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിച്ചത്. ഞാനത് ഒന്നും തന്നെ നോക്കിയില്ല. എനിക്ക് കൊറോണ ആയിരുന്നതിൻ്റെ പേരിൽ ഞാൻ അവൾക്കും കൂടി വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് സൈൻ ചെയ്ത് കൊടുത്തു. ആ സൈൻ മിൻസ് ബുക്കിലല്ലേ എന്ന് ഞാനും വിചാരിച്ചു. ആ സൈൻ ചെയ്ത് കൊടുത്തത് വലിയൊരു അബദ്ധമായിരുന്നു. അവൾക്കും അറിയില്ല, അവൾ ശ്രദ്ധിച്ചിട്ടില്ല. അവളും സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ എങ്ങനത്തെ ആൾക്കാരാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അത് 6 വരെ എത്തി ലാസ്റ്റ്. അതെന്ന് വെച്ചാൽ അത് അടയ്ക്കാത്ത ടീമുകളായിരുന്നു. എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ബാങ്കിലെത്തിയതിന് ശേഷം ഒപ്പിട്ടവരൊക്കെ ബാങ്കിൽ വരണം പൈസയുടെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, പക്ഷെ വേണ്ടിയില്ലെങ്കിലും ആ പൈസ ഒപ്പിടണം മറ്റുള്ളവർക്ക് കൊടുക്കാനായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതായപ്പോഴേക്കും ഇത് 6 വരെ എത്തി. അപ്പോൾ അത് ബാങ്കുകാരെന്നെ പറഞ്ഞു, നിങ്ങളുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതിൻ്റെ പേരിൽ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒഴിഞ്ഞോ എന്ന രീതിയിൽ. അപ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്ന് ഒഴിയാനുള്ള കാര്യങ്ങൾ നോക്കി. ലാസ്റ്റ് മെമ്പറെ കണ്ടു. അതിനോട് ഈ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലോൺ ഉള്ളപ്പോൾ വേറൊരു ലോൺ കൊടുക്കില്ല. ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ അത് രക്ഷപ്പെട്ടു. ഞാനത് കൊടുക്കാൻ തോന്നി വേറെ ബാങ്കുകാർക്ക്. ആ ബാങ്കുകാർ പെട്ടു എന്നുള്ള അവസ്ഥയായി. പക്ഷേ എന്നാലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാരണം ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതിൽ വെച്ച പൈസ ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ. അത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വിചാരിച്ചത്. കാരണം കിട്ടില്ല ഒരു കാരണവശാലും. പക്ഷേ ആ പൈസ 1 രൂപ പോലും എനിക്ക് നഷ്ടപ്പെടാണ്ട് എനിക്കത് തിരിച്ചു കിട്ടി. അതും ചൊവ്വാഴ്ച തന്നെ. ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞതും ചൊവ്വാഴ്ച തന്നെ. പിന്നെ എനിക്ക് ഇതുപോലെ തന്നെ പല തരത്തിലുള്ള ടെൻഷിപ്പ് ഇതുപോലെ തന്നെ ഒരു സൈനും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാ. ഇതുവരെ ഡ്രൈവിംഗ് ഞാൻ ഓടിച്ചിട്ടില്ല വണ്ടി. അതോടുകൂടി നിർത്തി വെച്ചു. കാരണം അത് പറയാനുണ്ടെങ്കിൽ അത് മുഴുവനും ലീഗലായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എന്ന് അമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛൻ്റെ 44 ദിവസത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 12 ആയിരുന്നു അത് ഓഗസ്റ്റ് 12 മുതൽ 44 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 24 വരെ അതിൽ ഉള്ളിലാണ് 23 ലാസ്റ്റ് ദിവസത്തിന് ഒരു ദിവസം മുപ്പാടാണ് എനിക്കൊരു ഫോൺ കോൾ വന്നേ. അതിലൂടെ എനിക്ക് ബാധ്യതയില്ലാത്ത രീതിയിൽ മാതാവ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഇനി അത് ലീഗലായിട്ട് ക്ലിയർ ആകുമ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നതാണ്. പിന്നെ എൻ്റെ മകൾക്ക് 10th നല്ല മാർക്കോടുകൂടി പാസ്സായി. അവൾ 10th വരെ പ്രൈവറ്റായിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹമായിരുന്നു ഗവൺമെൻറ്റിൽ പഠിക്കാനുള്ളത്.
അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ നല്ല അവൾ ആഗ്രഹിച്ച പോലെ വിഷയം ബയോ സയൻസ് തന്നെ എടുത്ത് കിട്ടി. ദൈവം അനുഗ്രഹിച്ചു. പല ആപത്തുകളിൽ നിന്നും ഈ ഉടമ്പടി തൈലം വഴി ഞങ്ങൾ കാശുരൂപം, ഉപ്പ് ഇതൊക്കെ വഴി രക്ഷപ്പെട്ടു. അതിൻ്റെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് ഇതല്ല, ഇതിനും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ പരിമിതി കൊണ്ട് നമ്മളത് പറയണില്ല മുഴുവനും. അത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സാക്ഷ്യം ഞാൻ ചുരുക്കാണ്. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാ മാസവും ശാല സന്ദർശിക്കും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പൈസയായിട്ട് അത് വേറെ. പിന്നെ രോഗികളെ പോയി കാണും. ഹോസ്പിറ്റലിൽ കുറച്ച് പോകാറുള്ളൂ, കാരണം രോഗികളായിട്ട് വീടുകളിലും ഉള്ളവർക്കുണ്ടാവും പൈസയായിട്ട് സഹായമുള്ളത്. പിന്നെ എല്ലാ ആഴ്ചയിലും ഫുഡ് ഒരു അപ്പൂപ്പൻ അതെന്ന് പറയാം, എന്ന് വന്നാലും ഫുഡ് റെഡിയാണ്. പക്ഷേ ചൊവ്വാഴ്ച ദിവസം ഉണ്ടാവില്ല, കാരണം ഞാൻ ധ്യാനം കറക്റ്റായിട്ട് ഇവിടെ എങ്ങനെയാണോ ധ്യാനത്തിന് ഇരിക്കണേ അതുപോലെ ആര് വന്നാലും ഞാൻ വാതിൽ തുറക്കില്ല. അവർ വന്നാലും, കാരണം പപ്പ വന്നു കഴിഞ്ഞാൽ വേറെ താക്കോലിട്ട് അപ്പുറത്തൂടെ തുറന്നു പോരും. ഇവളാണെങ്കിൽ അവിടെ സൈലൻ്റായിട്ട് ഇരുന്നോളും. പിന്നെ ആരും അങ്ങനെ വരില്ല അങ്ങനത്തെ ചൊവ്വാഴ്ച ദിവസം. കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പത്രം കൊടുക്കാറുണ്ട്. പിന്നെ അഥവാ എന്തെങ്കിലും ഇവിടെ പറയുന്ന എല്ലാ കാര്യത്തിനും, അതുപോലെ ഉപവാസം, പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാം അതിൻ്റേതായ രീതിയിൽ ചെയ്യാറുണ്ട്. അതിൻ്റെ വഴി ഭർത്താവിനും വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹവും അത്യാവശ്യം വിശ്വാസത്തിലായി. മകൾക്ക് അതിനോടനുബന്ധിച്ച് ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് അവൾ ഉടമ്പടി എടുത്തു. +1 പഠിക്കുന്നത്. കാരണം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് കണ്ടിട്ടുമാണ് അവളും അതെടുത്തത്. പറയുമ്പോൾ ചെറിയൊരു കാര്യം തോന്നും, പക്ഷെ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. കാരണം പുറമേ ഉള്ളവർ ഇപ്പോൾ പറയരുത്, നോക്കുമ്പോൾ നിങ്ങൾക്ക് കാശുണ്ട്, ആ പൈസ കൊടുത്ത് അത് ഇതാക്കാലോ, നിസ്സാര പൈസയല്ലേ. പക്ഷെ അത് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന വിഷമം ഭയങ്കര വലുതായിരുന്നു. കാരണം ഞാനൊരു ഹൗസ് വൈഫാണ്, എനിക്ക് ജോലിയില്ല. പക്ഷേ അത് അപ്പം എൻ്റെ ഭർത്താവിൻ്റെ പൈസയാണ് ഇത് പോകുമ്പോൾ അത് ഞാൻ കാരണം എന്ന രീതിയിൽ അതൊരു കുറ്റബോധം തന്നെയായിരുന്നു എനിക്കത് പറയുമ്പോൾ. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട്, അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കുറച്ച് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്. അധികമല്ല, എന്നാലും കുറച്ച് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ദൈവം തന്നെ തുറന്നു തന്നു. ഈശോയ്ക്കും അമ്മാവിനും ഈശോപ്പയ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതിയും ആരാധനയും മഹത്വവും എന്നേക്കും. പരിശുദ്ധ കൃപാസനം അമ്മയ്ക്ക് അനന്തകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നു. എൻ്റെ പേര് ഗീത ജോർജ്. ഞാൻ കളമശ്ശേരി സെയിൻറ്റ് ജോസഫ് സോഷ്യൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് സോഷ്യൽ പള്ളിയിൽ ഇങ്ങനെ ആരാധനാ ചാപ്പലിൽ ഇരിക്കുമ്പം അവിടെ ഒരു കൃപാസനത്തിൻ്റെ പേപ്പർ കാണുകയും അതിനെടുത്ത് വായിച്ചിട്ടാണ് ഞാൻ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും നന്നായിട്ട് അറിയുന്നത്. ചെറുപ്പത്തിലേ മുതലേ തന്നെ അമ്മ മാതാവിനെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന, എൻ്റെ സ്വന്തം അമ്മയായിട്ട് ഞാൻ കരുതിയിരുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും ചെറുതായിരുന്നപ്പോൾ പോലും വളരെ സങ്കടം വരുമ്പോൾ ഞാൻ അമ്മ എൻ്റെ അമ്മയായിരിക്കണം, എൻ്റെ അമ്മ മാതാവായിരിക്കണം എൻ്റെ അമ്മ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ ഈ പേപ്പർ കിട്ടിയപ്പം വളരെ സന്തോഷമായി. അപ്പം ഒത്തിരി ആ സമയത്ത് എൻ്റെ മകന് ചെറിയ കുട്ടിയായിരുന്നു, അവനൊത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു, രോഗവും ഒക്കെ ആയിട്ട്. അപ്പം ഈ മാതാവിൻ്റെ കൃപാസനം പത്രത്തിലുള്ള ഓരോ ദൈവിക പ്രവർത്തനങ്ങളും വായിച്ചിട്ട് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ച് അവന് ഒത്തിരി രോഗസൗഖ്യങ്ങളുണ്ടാവുകയെല്ലാം ചെയ്തു. അന്ന് മുതൽ ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. പിന്നീട് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് കോവിഡിൻ്റേതായ കുറേ പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ ഇവിടെ ഇങ്ങോട്ട് എല്ലാവരെയും വരാൻ പറ്റാത്തതും കൊണ്ട് ഇതിൻ്റെ മുമ്പിൽ കൂടെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ധ്യാനം നടക്കുന്നൊരു സമയമായിരുന്നു എനിക്ക് പേപ്പർ കിട്ടിയത്. ആ സമയത്ത് ഞാൻ ധ്യാനത്തിന് വേണ്ടി എല്ലാം ബുക്ക് ചെയ്യും, റൂം വരെ ബുക്ക് ചെയ്താണ്. പക്ഷേ അന്നും എനിക്ക് വരാൻ എന്നെ അമ്മ അനുവദിച്ചില്ലായിരുന്നു. പിന്നീട് ഞാൻ കോവിഡ് സമയത്ത് ഓൺലൈനിൽ
കുർബാനയെല്ലാം കൂടുന്ന സമയത്ത് ഞാൻ അന്നങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെയൊന്നും നോക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പം ഞാൻ കുർബാന കൂടാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബൊക്കെ ഉപയോഗിച്ചിരുന്നത്. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ അതിനകത്ത് കാണാനിടയായത്. ആദ്യമൊന്നും എനിക്ക് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയോ ഒന്നും എനിക്കത്ര ഒരു ഇഷ്ടം പോലെ തോന്നിയില്ല. പക്ഷെ പിന്നീട് ഉടമ്പടി നൊവേന എന്ന ഒരു പ്രാർത്ഥന, ഒരു 9 ദിവസം ഉടമ്പടി നൊവേന ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യത്തെ ദിവസം കൂടിയതിന് ശേഷം പിന്നെ എനിക്ക് വളരെ ആ പ്രാർത്ഥനയോട് വളരെയധികം ഇഷ്ടമാവുകയും ഞാൻ 9 ദിവസത്തെ നൊവേന പല പ്രാവശ്യം കൂടുകയും ചെയ്തു. പിന്നെ എപ്പോഴും പ്രാർത്ഥനകൾ കോവിഡിൻ്റെ സമയത്തെല്ലാം എന്നും ആ പ്രാർത്ഥനകൾ കൂടും, അങ്ങനെയെല്ലാം ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഞാനിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പം മോള് 12th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരുന്ന സമയത്ത് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മോൾക്കും ഒരു ഉറപ്പില്ലായിരുന്നു. അപ്പം പുറത്ത് ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ഇതുപോലെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, കാനഡയിലോ അമേരിക്കയിലോ അവളെ വിട്ട് പഠിപ്പിക്കാൻ മേലെയെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, കൊച്ചിനെ അത്രയും ദൂരെ വിടാം എന്നൊക്കെ പറയുമ്പോൾ വിഷമവും ഭയമൊക്കെ ആയിരുന്നു. പക്ഷേ മാതാവ് അന്ന് എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം 2 കൈ നീട്ടിയിട്ട് പറഞ്ഞത്, മോളെ ഇങ്ങോട്ട് വിട്ടോളും, ഞാൻ നോക്കിക്കോളാം എന്നാണ്. അന്ന് ഞങ്ങളുടെ മനസ്സിന് ഭയങ്കര ആശ്വാസമായിരുന്നു ആ മാതാവ് അങ്ങനെ പറഞ്ഞതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഇന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറയാറുള്ളത്, അമ്മ മാതാവ് കൃപാസന അമ്മ സഞ്ചാരി മാതാവ് എന്നും എൻ്റെ മോളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഒരു 40 വർഷത്തോളമായിട്ട് എനിക്ക് ഭയങ്കര അലർജിക്കായിരുന്നു. ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം ജലദോഷവും തുമ്മലും എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു കർച്ചീഫ് കയ്യിൽ കൊണ്ടുനടക്കാണ്ട് എനിക്ക് ഒരു സമയത്തും പറ്റിയിട്ടില്ല. അപ്പം ചെറുതായിരുന്നപ്പോഴൊക്കെ വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു ചെറിയ ചൂടോ തണുപ്പോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാവും. അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അന്നൊക്കെ. അത് പിന്നെ എനിക്ക് കൂടി ഒരു ശ്വാസമുട്ടലായിട്ട് മാറി. രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റാതെ ഒരു 25 വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ടു. രാത്രികളിൽ ഉറങ്ങാതെ ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരുന്ന്. അങ്ങനെയാണ് പിന്നീട് എനിക്ക് അന്നേരം കൃപാസനത്തിൽ വന്ന് ഞാൻ മോള് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ദിവസം വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അപ്പോൾ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഒക്കെ പുരട്ടുകയും ഉപ്പ് കഴിക്കുകയും ഞാൻ എല്ലാ ദിവസവും ഇപ്പോഴും എന്നും ഉപ്പ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു നുള്ളുപ്പെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി കഴിക്കും. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ 40 വർഷത്തോളമായിട്ട് എൻ്റെ അലർജിയും ഒരു 25 വർഷമെങ്കിലും ആയിട്ടുള്ള എൻ്റെ ശ്വാസം മുട്ടലും മാറിക്കിട്ടി. ശ്വാസം മുട്ടലും ഞാൻ ഉറങ്ങാത്ത രാത്രികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മ മാതാവേ എനിക്കിതൊന്ന് മാറ്റി തരണം, ഒന്ന് ഉറങ്ങാൻ എനിക്ക് കൊതിയാവുന്നെന്ന്. അതെനിക്ക് മാറ്റി തന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു, ഭയങ്കര ചെറുപ്പത്തിലേ മുതലേ എനിക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ പ്രശ്നം വന്നാൽ ഞാൻ ഛർദിയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. അതും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉപ്പും തൈലവും എല്ലാം പുരട്ടിയും ശേഷം എനിക്ക് അതെല്ലാം മാറിക്കിട്ടി. പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മോഷൻ സിക്നെസ് ഉണ്ട്. ഏത് വണ്ടിക്കകത്ത് കയറിയാലും ഞാൻ ഛർദ്ദിക്കുന്ന ഒരാളായിരുന്നു. കൃപാസനത്തിലൊക്കെ ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ചിട്ടാണ് വഴിയിൽ നിന്നൊക്കെ ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ ഉപ്പും കഴിക്കുകയും തൈലം പുരട്ടിയൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ അമ്മയുടെ ഈ കാശുരൂപം ഉടമ്പടി കാശുരൂപം ഞാൻ വെച്ച് എപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പം അങ്ങനെയൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു 2 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. എന്താണെന്നൊരു റീസൺ ഇല്ലാതെ നടുവേദന. ഞാൻ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ട് എനിക്ക് മാറിയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ദിവസം സ്കാൻ ചെയ്യാമെന്നും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ പത്രമൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സ്കാനിങ്ങിലുള്ള അവിടുത്തെ എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കുകയും പിന്നെ ഉപ്പെടുത്ത് ഞാൻ അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പം അന്നേരം അവർ പറഞ്ഞു, ഇന്നിപ്പം ഞങ്ങൾ സ്കാൻ ചെയ്യുന്നില്ല, കാരണം ഇവിടെ കറണ്ടില്ല, അപ്പം അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉപ്പെടുത്ത് ഞാൻ ആ സ്കാനിങ്ങിൻ്റെ അവിടെ തന്നെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ടേബിളിൻ്റെ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഈ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ഇനി ഇങ്ങോട്ട് വരാൻ ഇടയാക്കരുത്, അമ്മ തന്നെ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ ചെയ്തു തരണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു തന്നു. ഞങ്ങൾ നേരത്തെ പോയിരുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഡോക്ടറെ വിളിക്കുകയും അന്ന് മുതൽ എനിക്ക് ആ മരുന്ന് കഴിച്ചപ്പോൾ മുതൽ എനിക്ക് അത് സൗഖ്യമാകുകയും ചെയ്തു. പിന്നെ എന്ത് അസുഖം വന്നാലും ഞാനും എൻ്റെ മക്കൾക്കും എല്ലാം
ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പും ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പലപ്പോഴും വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന അവസരത്തിൽ മാത്രമേ ഞങ്ങൾ മരുന്ന് വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും തന്നെ ഈ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ അസുഖത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മാറിയിരുന്നത്. അതുപോലെ എനിക്ക് ഈ അസിഡിറ്റിയുടെ ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്ന സമയത്ത് വയറൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ഉപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയുടെ സാന്നിധ്യം അറിയണം. അവിടെ വരുന്നത് ഏത് മെയിൽ ഓർ ഫീമെയിൽ ഏത് ഡോക്ടറാണെങ്കിലും ഒരു ആഷ് കളറുള്ള ഡ്രസ്സായിരിക്കണം അമ്മ ഇട്ടേക്കണേന്ന് പറഞ്ഞു. കൃത്യം അതുപോലെ തന്നെ വന്ന ഒരു മെയിൽ ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വന്നൊരു ആഷ് കളറ് സിൽവർ ഗ്രേ ഷർട്ട് ഇട്ടിട്ടാണ് ആ ഡോക്ടർ വന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി അത് അമ്മയുടെ സാന്നിധ്യമെന്ന്. അപ്പം സ്കാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് ബൾക്കി യൂട്രസും ഫാറ്റി ലിവറും ഫൈബ്രോയിഡും ഒക്കെ അങ്ങനത്തെ പ്രോബ്ലമായിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച ഉടനെ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു എല്ലാം കുറഞ്ഞല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഒരു ബർത്ത്ഡേയുടെ സമയത്ത് എനിക്ക് അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഇന്ന് ബർത്ത്ഡേ, എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അമ്മ തരണം എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഒരു മഴവില്ല്, അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കുട്ടി അതെന്നെ കാണിച്ചു തന്നത്, ഒരു മഴവില്ല് കണ്ടുവന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഒരു മഴവില്ല് കണ്ടിട്ടില്ല. പക്ഷേ അന്ന് എനിക്ക് അമ്മ ഒരു മഴവില്ല് കാണിച്ചു, നമ്മുടെ സാന്നിധ്യം കാണിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വളരെ വേദനിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന ഒരു രോഗത്തിൽ സമയത്ത് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് അത് ഉണ്ടാവരുത്. അപ്പം ഞാൻ 91-ാം സങ്കീർത്തനം അത്യുന്നതൻ്റെ സംരക്ഷണവും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം എനിക്കൊരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു അടയാളം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പം ഒരു മഴവില്ലായിരുന്നു ഞാൻ കണ്ടത്. പിന്നീട് എനിക്കപ്പം മനസ്സിലായി എനിക്കിനി അത് ഒരിക്കലും അസുഖം എനിക്ക് വരത്തില്ല എന്നുള്ള എനിക്ക് അതുപോലെ മാതാവിൻ്റെ ഒരു അഷുറൻസ് എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ സങ്കടപ്പെട്ടൊക്കെ വിഷമിച്ച് എന്തെങ്കിലും ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഞാൻ അമ്മയുടെ എനിക്കൊരു പ്രസൻസ് തരണോ അമ്മ എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പ്രസൻസ് അമ്മ. ഇപ്പോൾ ചിലപ്പം ആകാശത്ത് നല്ല ക്ലിയർ ആയിരിക്കും സ്കൈ, പക്ഷേ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു സിൽവർ ഗ്രേ കളർ വന്ന് കംപ്ലീറ്റ് കവർ ചെയ്യുക. അങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അമ്മയുടെ ആ പ്രസൻസ് എനിക്ക് ഏത് നിമിഷവും, എനിക്ക് ഒരു ഫിസിക്കൽ ഫേവർ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് അമ്മയുടെ ആ പ്രസൻസ്, ഈശോയുടെ പ്രസൻസും എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുകയും അത് എൻ്റെ എല്ലാ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും പിന്നെ സ്റ്റാറ്റസിലുമൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം കൂടും എല്ലാ ചൊവ്വാഴ്ചകളിലും. എനിക്ക് സപ്പോസ് ഒരു ദിവസമെങ്കിലും കൂടാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും പല പ്രാവശ്യം ഞാനത് കൂടാറുണ്ട്. ഒരാഴ്ചയിൽ തന്നെ 2-3 പ്രാവശ്യം ഉടമ്പടി ധ്യാനം ഞാൻ കൂടും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ആണെങ്കിൽ അടുക്കളയിലൊക്കെ ചെയ്യുമ്പോൾ ഞാനിത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതൊരു ഒട്ടും ഞാൻ ടയേർഡ് ആവില്ല. എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഈ ഉടമ്പടി ധ്യാനം വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാർത്ഥനകൾ വെച്ചിട്ട് കൂടുമ്പോൾ എനിക്ക് ഒട്ടും ഒരു ക്ഷീണം തോന്നുകയോ മടുപ്പ് തോന്നുകയോ ചെയ്യാറില്ല. പിന്നെ അതുപോലെ എനിക്ക് പേപ്പർ, ഞാനിവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ ഹിന്ദിക്കാരും തമിഴ് ആൾക്കാരും ഉണ്ട്, ഒത്തിരി ജോലിക്ക് വരുന്നവർ. അപ്പം ഞാനിവിടെ വന്ന് തമിഴും ഹിന്ദിയും പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതെല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ മലയാളം പേപ്പറാണെങ്കിലും ഒത്തിരി പേർക്ക് അത് ഞാൻ പള്ളികളിലായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്, പക്ഷേ പിന്നീട് അത് ഞാൻ കൊടുക്കാറില്ല. കാരണം ഒത്തിരി പേര് പള്ളിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പിന്നെ ഈവൻ മെട്രോ സ്റ്റേഷനിലും അതുപോലെ എവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ട്, ഈവൻ ലുലു മാളിലൊക്കെ ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഈ പത്രം, അമ്മയുടെ കൃപാസനം പത്രം കൊണ്ടുപോയിട്ട് ഞാൻ അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പ്രാർത്ഥിക്കും ഞാൻ അമ്മയെ ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മ തന്നെ എനിക്ക് കാണിച്ചു തരാറുണ്ട്. ചുരുക്കം 1-2 ആൾക്കാർ മാത്രമേ എന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരേ ഒരാൾ മാത്രം ഇച്ചിരി മോശമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷേ ആ മനുഷ്യൻ തന്നെ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ശരി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തന്നെ എന്നോട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാരമില്ല, ഞാനെപ്പോഴും ഇങ്ങനത്തെ മേടിക്കുന്ന കേട്ടോ, ഞാനത് അങ്ങനെ പറഞ്ഞത് അറിയാതെ എന്ന് പറഞ്ഞു. പിന്നെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ പേപ്പർ ഇട്ട് കൃപാസനത്തിൻ്റെ പത്രങ്ങൾ കിടക്കുന്ന കാണുമ്പം അതെല്ലാം ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന, അതായത് ഞാൻ ആരെ കണ്ടാലും
കഴിവതും ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന് പറയാറുണ്ട്. പിന്നെ പലരും വന്ന് എന്നോട് ഇങ്ങനെ സങ്കടങ്ങൾ പറയും, അങ്ങനെ ഇങ്ങനെ അവരുടെ ഓരോ അവസ്ഥകൾ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറുമെന്നല്ല, അത് സഹിക്കാനുള്ളൊരു ശക്തി എന്തായാലും അമ്മ നമുക്ക് തരും. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കീമോയ്ക്ക് വേണ്ടിയിട്ട് പൈസ വേണമെന്നങ്ങനെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ പലരും കൂടെ ചേർന്നിട്ട്, എൻ്റെ ചേച്ചിമാരും ഫ്രണ്ട്സും ഒക്കെ കൂടെ ചേർന്ന് ഞങ്ങൾ അവരെ സഹായിച്ചായിരുന്നു. പിന്നെ അവർക്ക് മെഡിസിൻസൊക്കെ എല്ലാ മാസവും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായം ചോദിച്ചാൽ അവർക്കെല്ലാം സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആർക്കെങ്കിലും സഹായം വേണമെന്ന് എനിക്ക് തോന്നിയാൽ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ പലപ്പോഴും ഞാൻ സഹായം ചെയ്യുന്നവരെന്നെ തിരിച്ചെനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയും, നീ അവരെ സഹായിക്കാൻ പോയാൽ മിക്കവാറും നിനക്കത് തിരിച്ച്. പക്ഷേ എന്നാൽ പോലും ഞാൻ അമ്മയുടെ ആ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തിരിച്ചെനിക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല, എനിക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനത് ചെയ്യുന്നുള്ള വിശ്വസിച്ച് ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. തീരെ നിവൃത്തിയില്ല, വയ്യാണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കുള്ളൂ. പക്ഷേ അപ്പോഴും ഞാൻ ഓൺലൈൻ മാസ് കൂടാറുണ്ട്. അപ്പോൾ എനിക്ക് എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ ഒരു കുർബാന, ഞാൻ ദൂരെയാണെങ്കിലും ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും പോയിട്ടാണെങ്കിലും ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാതിരിക്കാൻ എന്നെ അമ്മയും ഈശോയും സഹായിക്കുന്നുണ്ട്. പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും 1000 മണി ജപമാല. എനിക്കിവിടെ വന്ന അന്ന് അച്ഛൻ ഒരു കൂട്ടായ്മ, നമ്മൾ പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു 1000 മണി ജപമാല, അഖണ്ഡ ജപമാല ഇവിടെ നിന്ന് തരുമായിരുന്നു. അതെനിക്ക് വാങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു ജപമാല കിട്ടി. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 10 പേരുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 3 പേരായിട്ട് കുറഞ്ഞു. എന്നാൽ പോലും ഞങ്ങൾ 250 മണി ജപമാല എല്ലാ ദിവസവും ചൊല്ലാൻ ഞങ്ങളെ ഈശോയെ അമ്മയെ അനുവദിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും എന്തൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും വന്നാൽ അതൊക്കെ സഹിക്കാനുള്ളൊരു കൃപ. പെട്ടെന്ന് ഞാൻ ദേഷ്യവും വിഷമമൊക്കെ ആവുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഈശോ ഓരോ വചനങ്ങൾ നൽകി എന്നെ സമാശ്വസിപ്പിക്കാറുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ആ വചനങ്ങൾ കിട്ടുമ്പം അത് ചിലപ്പം ബൈബിൾ തുറന്നു നോക്കുമ്പോഴായിരിക്കും എനിക്ക് ആ കിട്ടുന്ന ഒരു വചനം. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരും, ഞാൻ എന്തെങ്കിലും ഒരു വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഈശോയെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ലാണ്ട് ഞാൻ ഇങ്ങനെ എന്ത് വിഷമം വന്നാലും ഞാൻ ഓടിപ്പോയി ഈശോയുടെ കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ ഈശോയോട് ചേർന്നിരിക്കും. എന്നിട്ട് ഞാൻ പറയും, ഈശോയെ അമ്മ മാതാവ് എനിക്ക് ഇതൊന്ന് ഓവർകം ചെയ്യാനുള്ളൊരു കൃപ തരണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഓരോ വചനങ്ങൾ നൽകി എന്നെ ആശ്വസിപ്പിക്കും. അതുപോലെ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് കുറച്ചുകൂടെ സ്നേഹത്തോടെ, ഈശോയോടുള്ള സ്നേഹത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. എനിക്ക് എല്ലാം പറയാൻ പോയാൽ ഒരുപാട് നേരം ആവശ്യമാവും എനിക്ക്. അതുകൊണ്ട് ഈശോയും അമ്മയും തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് അനന്തകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും ആബായ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതി ആരാധനയും സമർപ്പിക്കുന്നു. നേരത്തെ എനിക്ക് ആബായോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ, ആബാ പിതാവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് ഇപ്പോഴും ഈശോയോട് മാത്രമേ ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് സ്വർഗസ്ഥനായ പിതാവ് എന്ന് ചൊല്ലുമ്പോൾ എനിക്ക് ആബായ എൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു ഫീലുണ്ട്. ആബായും ഈശോയും പരിശുദ്ധാത്മാവും അടുത്തായിരിക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ 2 പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ട് 2 പ്രാവശ്യവും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എഴുതി സൈൻ ചെയ്ത് തന്നാൽ മതി, മീൻസ് എഴുതി തന്നിട്ട് സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 2 പ്രാവശ്യം ഞാൻ വന്നു. പിന്നീട് അച്ഛൻ്റെ ഒരു ധ്യാനം കഴിഞ്ഞ പ്രാവശ്യം കൂടിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, നമുക്ക് അഹങ്കാരം ഉണ്ടാകും പക്ഷെ നമ്മളത് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ചിലപ്പോൾ ആ അഹങ്കാരം കൊണ്ടായിരിക്കും, എനിക്ക് അതിനുള്ള പാകത വന്നിട്ടുണ്ടാവില്ലായിരിക്കും ഇവിടെ കയറി നിന്ന് പറയാനുള്ള. അപ്പം ഞാൻ ഓർത്ത്, ഈശോ എനിക്ക് എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറേ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതായിരിക്കണം എനിക്ക് ഇന്നിവിടെ വന്നപ്പം എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം അമ്മ ഈശോ ഒരുക്കി തന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ആബായ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതിയും സ്തോത്ര ആരാധനയും സമർപ്പിക്കും. ഇതെൻ്റെ ഭാര്യ ഡയാന, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ആദം. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരുന്നു. നാട്ടിലെ പാലായാണ് സ്വദേശം.
ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബറിലാണ്. ഡയാന ഉടമ്പടി എടുത്തത് 2024 നവംബറിലാണ്. ഞങ്ങൾ 2 ഉടമ്പടിയിലുള്ള വ്യക്തികളാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇതിനു മുന്നേ ഞാൻ കല്യാണത്തിന് മുന്നേ ഒരു വട്ടം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അൾത്താരയിൽ. അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം ഞാനും വൈഫും കൂടെ ഒരു വട്ടം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത് വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയാനായിട്ട് ഇവിടെ ഞങ്ങളെ ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി നിർത്തിയതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം തുടങ്ങുകയാണ്. ആദ്യമായി ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ 2024 ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ അബുദാബിയിലേക്ക് ചെന്നു. അബുദാബിയിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു താമസ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആദ്യം ചെന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ താമസ സ്ഥലത്താണ് താമസിച്ചിരുന്നത്, റൂമിലാണ് താമസിച്ചിരുന്നത്. അവർ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ ഞങ്ങളൊരു താമസ സ്ഥലം തപ്പിയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു ഞങ്ങളുടെ അനുയോജ്യമായിട്ട്. ഞങ്ങളങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ അപേക്ഷിച്ചു. ഞങ്ങൾക്കൊരു അനുയോജ്യമായിട്ട് ഞങ്ങളുടെ ബഡ്ജറ്റിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് യോജിക്കുന്നതുമായിട്ടുള്ളൊരു താമസ സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി. അതിനെ തുടർന്ന് ഞങ്ങൾക്ക് വാടക വളരെ കുറഞ്ഞതും ഫർണിഷ്ഡുമായിട്ടുള്ള നല്ലൊരു താമസ സ്ഥലം മാതാവ് ഒരുക്കി തരികയും ഞങ്ങൾക്ക് ഒന്നിച്ചവിടെ താമസിക്കാനും ഉള്ള ദൈവകൃപ നൽകി അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് വിവാഹത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും വൈഫിന് PCODയുടെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ഒരു പ്രിലിമിനറി ചെക്കപ്പിന് വേണ്ടി. അപ്പോൾ പ്രിലിമിനറി ചെക്കപ്പിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്, ഉടനെ നിങ്ങളത് പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ ഡോക്ടർ ഇവർക്ക് കുറച്ച് മെഡിസിൻസും അതുപോലെ തന്നെ കുറച്ച് ഡയറ്റ് പ്ലാനുകളുമാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് പരിശുദ്ധ കൃപാസന മാതാവിൽ നേരത്തെ ഞങ്ങൾക്കുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ വിശ്വാസവും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ മെഡിക്കേഷനോ അതുപോലെ തന്നെ വേറെ മെഡിക്കൽ ആയിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഫോളോ ചെയ്തില്ല. ഞങ്ങൾ വിവാഹത്തിന് PCOD ഉള്ളത് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ആദ്യം തൊട്ട് തന്നെ ഞങ്ങൾ ഇവളുടെ വയറ്റിൽ കുരിശ് വരച്ച് ഉടമ്പടി തൈലം കൊണ്ട് വിശുദ്ധ ഉടമ്പടി തൈലം കൊണ്ട് ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടർന്നു. അതിനുശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ ഒരു ഡോക്ടറെ കാണാൻ പോയി. അവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് നോർമലായി കൺസീവ് ആകുന്ന ഒരു ഓവുലേഷൻ ടൈമിൽ അല്ല ഇവൾ കൺസീവ് ആയിരിക്കുന്നത്. കൺസീവ് ആകാനായിട്ടുള്ള ചാൻസ് വളരെ കുറഞ്ഞ ടൈമിലാണ് ഇവൾ കൺസീവ് ആയിരിക്കുന്നത്. ഇറ്റ്സ് എ മിറാക്കിൾ എന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്, ലേറ്റ് കൺസെപ്ഷൻ. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ആ സെയിം ടൈമിലാണ് ഞങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. പക്ഷേ മാതാവിന് ഞങ്ങളെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത്. കാരണം ഇവൾ പ്രഗ്നൻ്റ് ആയ സെയിം സമയത്താണ് ഇവളുടെ ഇൻഷുറൻസ് അവളുടെ ഇൻഷുറൻസ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതിന് മുന്നെയോ ഇപ്പോൾ സപ്പോസ് ഇവൾ പ്രഗ്നൻ്റ് ആയെങ്കിൽ നമുക്ക് അവളുടെ പ്രഗ്നൻസിയിലുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായേനെ. അത് മാതാവിന് അറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത്. കൃത്യസമയത്ത് ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അതുപോലെ ഗർഭകാലം മുന്നോട്ട് പോയി. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസൾട്ടെല്ലാം നോർമലാണ്, ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെ, കുഞ്ഞ് ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അവിടുന്ന് ഡോക്ടറെ കണ്ട് എന്തോ ഡോക്ടറോട് ചോദിക്കാനായിട്ട് ഞാൻ തിരിഞ്ഞു നിന്നപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇല്ല അതിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്താ ഡോക്ടർ ഉദ്ദേശിച്ചതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താ ഡോക്ടർ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല. അപ്പോൾ മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ ഇവളുടെ സ്കാനിങ്ങിൽ ഇവളുടെ യൂട്രസിലൊരു സിസ്റ്റ് കൂടി കണ്ടിരുന്നു. പക്ഷേ സിസ്റ്റ് കണ്ട കാര്യം നമ്മളോട് പറഞ്ഞില്ല. ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളോടത് പറയിപ്പിച്ചില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങളതൊരു ടെൻഷനായതിനെ 2-3 മാസക്കാലം അതൊരു ടെൻഷനായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നേനെ. അപ്പം ഡോക്ടർ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ആ സിസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല, അത്
അത് അപ്രതീക്ഷിതമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ശരിക്കും ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തരിച്ചു പോയി. സിസ്റ്റം എന്നുള്ളത് ഒന്ന് ഉള്ള കാര്യം അറിയില്ലായിരുന്നു, രണ്ട് അത് അപ്രതീക്ഷിതമായെന്നൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പം പരിശുദ്ധ അമ്മ കൂടുതൽ നമ്മളെ കെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നത്തെ ഓർത്ത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും നന്ദിയും തോന്നി. പിന്നെ അടുത്തതായിട്ട് 7ാം മാസം ഇവരുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്ലൂക്കോസ് ടെസ്റ്റിൽ ഇവർക്ക് ഷുഗർ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഷുഗർ കൺട്രോളും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും ഒക്കെ പറഞ്ഞു. ഞങ്ങൾ അത് അറിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ, അതായത് എല്ലാ ദിവസവും ഡോക്ടർ ഒരു 10 days കണ്ടിന്യൂസ് ബ്ലഡ് ചെക്ക് ചെയ്ത് റിസൾട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ടുമായിട്ട് ആഫ്റ്റർ 10 days വരാൻ പറഞ്ഞു. ഞങ്ങൾ ഈ 10 ദിവസം രാവിലെ വെറും വയറ്റിൽ ഇവർക്ക് ചെറു ചൂടുവെള്ളത്തിൽ മാതാവിൻ്റെ വിശുദ്ധ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത് 10 ദിവസത്തെ റിസൾട്ടുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ആദ്യത്തെ റിസൾട്ട് നമുക്ക് ഷുഗർ ഉണ്ടായിരുന്നത് തന്നെയാണോ ഒന്ന് ഡോക്ടർ എങ്ങോട്ട് എടുത്തു ചോദിച്ചു. മലയാളി ഡോക്ടറായിരുന്നു. അപ്പോൾ പറഞ്ഞു, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, വിശുദ്ധ അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ആ ഷുഗർ പൂർണ്ണമായിട്ടും ഇല്ലാതെ ഉള്ള രീതിയിലുള്ള റിസൾട്ടാണ് 10 ദിവസം ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നീടുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെക്കുകളിലൊന്നും പിന്നെ ഷുഗർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. സാധാരണ നോർമലി ഇപ്പം നമ്മളിപ്പോൾ അറിയായിരിക്കും, തേനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ഷുഗറിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. പക്ഷേ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും മാറി ഷുഗർ നോർമലായിരുന്നു. അതിനുശേഷം ഇവിടെ 8ാം മാസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടൊരു വൈറൽ ഫീവർ ഉണ്ടായി. വൈറൽ ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം ഞാൻ ശരിക്കും കിടന്നുപോയി. അറിയായിരിക്കും, ഗൾഫിലൊക്കെ ഉള്ളവരെ അറിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാറി കിടക്കാനുള്ള റൂമുകൾ, അടുത്ത അക്കോമഡേഷൻ ഫെസിലിറ്റീസിൻ്റെയൊക്കെ ലിമിറ്റേഷൻ കൊണ്ട് ഒരു വേറെ റൂമിലേക്ക് മാറി താമസിക്കാൻ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഇല്ലായിരുന്നതുകൊണ്ട് ഈ 5 ദിവസം ഇവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു, എന്നെ ശുശ്രൂഷിച്ച. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്തരത്തിലുള്ളൊരു പനിയായിരുന്നു. അങ്ങനെ ആ 5 ദിവസം എന്നെ ഈ പൂർണ്ണ ഗർഭിണിയായിട്ട് ഇവളാണ് എന്നെ ശുശ്രൂഷിച്ചതും എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് കിടക്കുമ്പോഴെല്ലാം വിഷമമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെയും ഇവളെയും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, അമ്മ മാതാവേ, അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഇവളെ സംരക്ഷിക്കണമേ. അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരുവിധ ഒരു കുഴപ്പവും ഉണ്ടാകാതെ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവൾക്കൊരു ജലദോഷം പോലും, ഒരു തുമ്മൽ പോലും ഇല്ലാതെ ആ 5 ദിവസം എന്ന് പറഞ്ഞാൽ 5 ദിവസവും 101-102 ഡിഗ്രി പനിയായിരുന്നു. എനിക്ക് എൻ്റെ മാതാവ് കുഞ്ഞിനെയും ഇവളെയും അമ്മേനെയും സംരക്ഷിച്ചു. അങ്ങനെ അതിനുശേഷം ഇവളുടെ ഡ്യൂ ഡേറ്റായി 40 weeks ആയിട്ടും ഇവൾക്ക് പ്രഗ്നൻസിയിൽ ഇവൾക്ക് പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. അവസാനം ലാസ്റ്റ് 9 month സ്കാനിങ്ങിലും നോർമലാണ്, ഇവർക്ക് നോർമൽ ഡെലിവറി പോസിബിളാണ്. കുഞ്ഞിന് അല്പം വെയിറ്റ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. നോർമൽ ഡെലിവറി പോസിബിളാണ്, സെർവിക്സ് എല്ലാം ഓക്കെ ആണ് എന്നെല്ലാമാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുമായിരുന്നു. മാതാവിനോടൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ 40 ആഴ്ച കഴിഞ്ഞിട്ട് സംഭവിക്കാതെ വന്നു കഴിഞ്ഞപ്പം അവർ പിന്നെ ഇൻഡ്യൂസ്ഡ് ലേബറിന് ട്രൈ ചെയ്തു. ഇൻഡ്യൂസ്ഡ് ലേബർ അത് നടന്നില്ല. അവസാനം ഒരു ദിവസം രാവിലെ ഇവളെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ഇല്ലായിരുന്നു. ഇവൾ അഡ്മിറ്റായി കഴിഞ്ഞപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഡയാനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണം, നിങ്ങളൊരു 1/2 മണിക്കൂറിനുള്ളിൽ ഡിസിഷൻ പറയണം, നമുക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു നിമിഷം അങ്ങോട്ട് സ്റ്റക്കായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര ഡിസിഷൻ എടുക്കാനുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ നാടല്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെടുക്കുന്ന തീരുമാനം എങ്ങനെയായിരിക്കണം. ഓൾറെഡി ഇവൾ കട്ടിലേക്ക് കിടക്കുന്നു. അങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലിരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. 1/2 മണിക്കൂറേ സമയമുള്ളൂ. ഉടമ്പടി കാശുരൂപം എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ എനിക്ക് ബൈബിൾ ഓപ്പൺ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു. ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് യോഹന്നാൻ 3:8.
കാറ്റ് അതിൻ്റെ ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടേക്ക് വരുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ആത്മാവിൽ ജീവിക്കുന്ന മനുഷ്യനും. അങ്ങനെയായിരുന്നു എനിക്ക് വചനം കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോയ്ക്ക് എന്നെ പറ്റിയൊരു പദ്ധതിയുണ്ട്. ഈശോയുടെ തീരുമാനം തന്നെയാണ്. ഞാൻ ഉടൻ തന്നെ ഓപ്പറേഷനുള്ള കൺസെൻറ്റ് സൈൻ ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പം ഒരു മലയാളി നേഴ്സ് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുണ്ടായി, ആൺകുഞ്ഞാണ്, ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്, പക്ഷേ കുഞ്ഞിന് 400 വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഇൻകേസ് നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പം നമുക്ക് കുഞ്ഞിനെ അമ്മയ്ക്ക് ചിലപ്പോൾ അപകടം ഉണ്ടായേനെ. എന്തായാലും കൃത്യസമയത്താണ് നിങ്ങളത് ചെയ്തത്, തീരുമാനം എടുത്തത് നന്നായി എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു സംശയം. കാരണം വെച്ച് കഴിഞ്ഞാൽ 40 ആഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അമ്മ മാതാവിനോട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് അമ്മ തന്ന കുഞ്ഞാണെന്നുള്ള പല തവണകളായി നമുക്ക് ഈ 10 മാസത്തിനിടയ്ക്ക് നമുക്ക് തെളിവിൽ അമ്മ തന്നെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ 40 വീക്സ് എന്തിനു വെയിറ്റ് ചെയ്തു എന്ന് എൻ്റെ മനസ്സിൽ സംശയം ഉണ്ടായി. ആ സംശയത്തിന് വലിയ താമസം ഉണ്ടായില്ല. ഇവനുണ്ടായത് നവംബർ 21, 2025 നവംബർ 21-നാണ്. നവംബർ 21 മാതാവിൻ്റെ സമർപ്പണ തിരുനാളായിരുന്നു. അത് ഞാനിവിടുത്തെ ജോമോൾ സിസ്റ്ററുടെ വാഗ്ദാനം നവംബർ 21 ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ മാതാവിൻ്റെ ദിവസം തന്നെ ഇവന് ഭൂമിയിലേക്ക് വരണമെന്നുള്ളത് അമ്മയുടെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. അത് കൂടുതൽ വെളിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ 40 ആഴ്ചകളും കാത്തിരുന്നതെന്ന് എനിക്കപ്പോൾ ബോധ്യമായി. അങ്ങനെ കുഞ്ഞിനെ ലഭിച്ചു. കുഞ്ഞിനെ ഞങ്ങൾ ആദമെന്ന് പേരിട്ടു. അതിനുശേഷം കുഞ്ഞും അമ്മയെ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 2-ാം ദിവസമായപ്പോൾ കുഞ്ഞിനെ നോക്കാനായിട്ട് പീഡിയാട്രീഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ പീഡിയാട്രീഷ്യൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ ശ്വാസോച്ഛ്വാസം കൂടുതലാണ്, അവനെ NICUയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം അതിലൊരു ഇത് തോന്നിയില്ല. കാരണം കുഞ്ഞ് നോർമലായിരുന്നു. കുഞ്ഞ് നോർമലായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പം ഡോക്ടർ അവരെ കൊണ്ടുപോയി NICUയിലേക്ക് മാറ്റി. NICUയിലേക്ക് മാറ്റിയ ശേഷം അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ്, അതായത് ബ്ലഡിലുള്ള ഇൻഫെക്ഷൻ അവന് മിനിമം 7 വേണ്ട, നോർമൽ 7 വേണ്ടടുത്ത് അവന് 39 ആയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവളുടെയൊക്കെ പ്രഗ്നൻസി പീരീഡിൽ അവർക്കൊരു UTI ഉണ്ടായിരുന്നു, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻഫെക്ഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുഞ്ഞിനുണ്ടായതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്കിലും അത് നമുക്ക് ഭയങ്കര ഒരു പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ അവർ NICUയിൽ അഡ്മിറ്റാക്കി സെയിം ടൈമിൽ എന്നെ ഇവരുടെ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഡയാനെ ഗൈനക്കോളജിസ്റ്റ് ഡിസ്ചാർജ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയെ ഓപ്പറേഷൻ ചെയ്ത് വൈഫിനെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. കുഞ്ഞിവിടെ NICUയിൽ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരോ എപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സമയത്തെല്ലാം. അത് മാത്രമായിരുന്നു ധൈര്യം. അങ്ങനെ ഞങ്ങൾ അവസാനം കുഞ്ഞ് ആശുപത്രിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഞാൻ ഇവളെയും കൂട്ടി കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു. കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് NICUയിൽ ആരുമില്ല കാണാതെ ഇട്ടു. അതുപോലെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ ഈശോയുടെ കുരിശിൻ ചൂട്ടിൽ അമ്മ നിന്നതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ചൂട്ടിൽ അമ്മ ഉണ്ടായിരിക്കണം. കാരണം എനിക്കോ ഇവക്കോ ആർക്കോ വേറെ ആർക്കോ അവിടെ നിൽക്കാനോ അവന് ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റത്തില്ല. അവൻ്റെ അവസ്ഥ എന്താണെന്നും അറിയത്തില്ല. അപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞ് പെട്ടെന്ന് അഡ്മിറ്റാകുക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വണ്ടറാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു ഈശോയുടെ കുരിശിൻ ചൂട്ടിൽ നിന്നതുപോലെ അമ്മ നിന്നേക്കണമെന്ന് പ്രാർത്ഥിച്ചു. അമ്മ അത് കേട്ടു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന ഒരു ശനിയാഴ്ചയാണ് അവനെ അഡ്മിറ്റാക്കുന്നത്. അതുപോലെ തന്നെ അവർ ഞായറാഴ്ച ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 48 hours അവർ ചെക്ക് ചെയ്യും. 48 hours ശേഷം 48 hours അവർ നോക്കും, മരുന്ന് കൊടുക്കും. അതിന് ശേഷമാണ് അവർ ബ്ലഡ് വീണ്ടും റീചെക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു കഠിന കാലഘട്ടമായിരുന്നു. 48 മണിക്കൂർ എന്ന് പറയുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എരുതിയിലായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാനും ഇവളും കൂടി. അന്ന് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു വചനം. ഞങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പറയുന്ന ഓരോ സെൻറ്റൻസും എന്നോട് ഇവളോടും പറയുന്നത് പോലെയായിരുന്നു. ഞങ്ങൾക്കത് വലിയൊരു ആശ്വാസമായിരുന്നു ആ ഒരു അവസ്ഥയിൽ. അങ്ങനെ ഉടമ്പടി അന്ന് തന്നെ ഭാഗ്യവശാൽ എൻ്റെ അമ്മ, ഇവിടെ നാട്ടിലുള്ള അമ്മ ഇവിടെ വന്ന് കുഞ്ഞിൻ്റെ ഫോട്ടോയുമായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പം
ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചില്ല. അപ്പം ബഹുമാനപ്പെട്ട അലക്സ് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അലക്സ് അച്ഛനെ ഫോട്ടോ കാണിച്ചിട്ട് അമ്മ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ കുരിശെടുത്ത് അവൻ്റെ ഫോട്ടോയിൽ വച്ച് അവനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അന്ന് രാത്രി അവന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഞാൻ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ നഴ്സിലെ നേഴ്സ് പറയുന്നത് അവൻ്റെ 39 എന്നുള്ള അവൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് 13 കുറഞ്ഞു എന്നാണ് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ. അവിടുത്തെ ഡോക്ടറും നേഴ്സും പറഞ്ഞ് അവർക്ക് വിശ്വസിക്കാനാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 1/3 ഇൻഫെക്ഷൻ റേറ്റ് കുറേ. അവരാകെ ഒരു ഡോസ് ആൻറ്റിബയോട്ടിക് മാത്രമാണ് കൊടുത്തത്. അപ്പം എനിക്കറിയാം എൻ്റെ കുരിശിൻ ചുവട്ടിൽ അമ്മ നിന്നതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അമ്മ അവനെ തൊട്ടതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് 1/3 കുറഞ്ഞത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന, സന്തോഷത്തിന് വലിയ ദൈർഘ്യമില്ലായിരുന്നു. അവന് കുഞ്ഞുണ്ടായി ആദ്യത്തെ സമയത്ത് ഇവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായിരുന്നു. അപ്പം കുഞ്ഞ് NICUലായിരുന്നതുകൊണ്ട് അവരവിടെ നിന്ന് അവന് ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അതവൻ അലർജിയായിട്ട് മാറിക്കഴിഞ്ഞപ്പം അവന് മോഷൻ സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് വരാൻ തുടങ്ങി. അത് പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും അവർ നാട്ടിലേക്ക് പോന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് പോന്നു കഴിഞ്ഞപ്പം നാട്ടിലെ ഡോക്ടറെ കാണിച്ചു. ഇവിടെ ഒരു പർട്ടിക്കുലർ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഡോക്ടർ ടൈഫോയിഡായിട്ട് അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ സാധിച്ചില്ല. പല ഡോക്ടർമാരെ കണ്ടുവെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് വന്നില്ല. അപ്പോഴെല്ലാം നമ്മൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു പീഡിയാട്രിക് സർജനെ കാണണമെന്ന് പറഞ്ഞു. പീഡിയാട്രിക് സർജൻ ഇവൻ്റെ വയറ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് അബുദാബിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഉടമ്പടി തിരി കത്തിച്ച് വെച്ചു ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചെല്ലുകയും ജപമാല എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവരിവിടെ ആശുപത്രിയിലാണ്. ആരും പിന്നെ എനിക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടാകുന്നില്ല ഇവിടുന്ന്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ്, ആരോ പറഞ്ഞു ബൈബിൾ എടുത്ത് തുറക്കാൻ പറഞ്ഞു. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം കിട്ടിയത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമായിരുന്നു. അപ്പോൾ കുഷ്ഠരോഗി മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈശോയോട് കുഷ്ഠരോഗി ചോദിക്കുന്നു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഈശോ അവനെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം ഉണ്ടാവട്ടെ. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞ് സുഖപ്പെട്ടു എന്ന്. അതിനുശേഷം ഇവർ ഇവിടെ വിളിച്ചു, കുഞ്ഞിന് സ്കാൻ ചെയ്തു. പരിശോധനകളെല്ലാം നെഗറ്റീവാണ്, ഒരു പ്രശ്നവും ഇല്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ഒരു മരുന്ന് പോലും അവർ കൊടുത്തില്ല. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മാത്രം ഇവളോട് പാൽ ഉൽപ്പന്നങ്ങൾ മിൽക്ക് പ്രോഡക്ട്സ് ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് കുഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടി, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പിന്നെ ഒരു സാക്ഷ്യം പറയാനുള്ളത്, ഇവർക്ക് വൈഫിന് UA ഡ്രൈവിംഗ് ലൈസൻസ്, UAയിലുള്ളവർക്കറിയാം അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അപ്പം വൈഫ് എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. പക്ഷേ അവൾക്ക് ഇവിടെ നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിലും അത് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് കുറവായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് എനിക്കിങ്ങനെ എടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ യോഗ്യതകൾ കൊണ്ട്, ഞങ്ങളുടെ മെരിറ്റ് കൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം ഈശോയുടെ അമ്മയുടെയും കൃപ കൊണ്ട് മാത്രം സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് നീ നീ എന്തിനാണ് അങ്ങനെ സംശയിക്കുന്നത്, നമുക്ക് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഗോൾഡൻ ചാൻസിൽ അപ്ലൈ ചെയ്തു. ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപം കൈ പിടിച്ചു ഉടമ്പടി ഉപ്പ് അവിടുത്തെ ടെസ്റ്റ് വെഹിക്കിളിലിട്ടും അവൾ എക്സാം അറ്റൻഡ് ചെയ്തു. അവൾ സെക്കൻഡ് ചാൻസിൽ തന്നെ അവൾ പാസ്സായി. അവൾക്ക് UA ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ദൈവം അനുഗ്രഹിച്ചു അവളെ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരുന്നതിന് തൊട്ട് മുന്നേ അന്ന് സെയിം ഡേയിൽ എനിക്കിതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായി. ഞാൻ അവിടെ നാഫ്കോ എന്ന കമ്പനിയിലെ എസ്റ്റിമേഷൻ എഞ്ചിനീയറാണ്. അപ്പം അവിടെ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തൊരു പ്രോജക്റ്റിൽ ഒരു പർട്ടിക്കുലർ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. ഞാനത് എസ്റ്റിമേറ്റ് ചെയ്ത സമയത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല. എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവം നടന്നു കഴിഞ്ഞ് ഈ പ്രൊജക്റ്റ് കമ്പനിക്ക് അവാർഡായി കഴിഞ്ഞപ്പോൾ ക്ലയൻറ്റ് അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി കഴിഞ്ഞാൽ ക്ലയൻറ്റ് അത് റിക്വേർഡാണ്, ആ റിക്വയർമെൻ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് കൊട്ടേഷനിൽ ഇപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ മണി വരുമ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ
ഒരു വ്യത്യാസം ഉണ്ടാവും ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ മാറുമ്പം. അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു, നീ നാട്ടിൽ പോകണ്ട, ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം പോയാൽ മതി. ഈ ഒരു ദിവസം കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്നെക്കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആ വ്യക്തി ശ്രമിച്ചാലും അത് സാധിക്കാത്തൊരു കാര്യമാണ്. അന്നേ ദിവസം അവിടുത്തെ പ്രൊജക്റ്റിൻ്റെ ടീമിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊജക്റ്റ് ടീം അന്ന് മീറ്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ ആകെ ടെൻഷനായി. ഞാൻ പതിവ് പോലെ തന്നെ എപ്പോൾ ടെൻഷൻ വന്നാലും അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഉടമ്പടി കാശുരൂപമാണ് നമ്മുടെ ആശ്രയം. അപ്പോൾ ഉടമ്പടി കാശുരൂപം എടുത്ത് കൈ പിടിച്ച് വിശ്വാസപ്രമാണം ചെല്ലാൻ തുടങ്ങി. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാനങ്ങ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, എൻ്റെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി എനിക്കത് പരിഹരിക്കാനായിട്ട് സമയമില്ല, എനിക്കിപ്പം ഇന്ന് രാത്രി ഫ്ലൈ ചെയ്യേണ്ടതാണ്. അമ്മ ഈ പ്രശ്നം അമ്മ ഏറ്റെടുക്കണം. ഈ പ്രോജക്റ്റിൻ്റെ ടീമിൻ്റെ മീറ്റിംഗ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് അമ്മ എല്ലാ വ്യക്തികൾക്കും മുന്നേ അമ്മ ചെല്ലണം, അമ്മയുടെ മധ്യസ്ഥയായിട്ട് പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരു ഉച്ചയായിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. അതിനുശേഷം ഞാൻ അവിടുത്തെ ടീമിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ആ ഒരു വിഷയം ഒരു വലിയ വിഷയമായി ഉയർന്നു വന്ന ആ വിഷയം പെട്ടെന്ന് അങ്ങോട്ട് സെറ്റിലായി. അത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് അവർക്കറിയത്തില്ല. അറബിക് ടീംസാണ്, അറബിക് ആയിട്ടുള്ള ആളുകളാണ് അവിടുത്തെ മീറ്റിങ്ങിന് പോകുന്നത്. അവർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അവർക്കും അറിയത്തില്ല. ഞാൻ അപ്പരോട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെയാണ് സംഭവിക്കുള്ളൂ, കാരണം എൻ്റെ ബൈപ്പേഴ്സൺ അവിടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു, നിൻ്റെ ബൈപ്പേഴ്സണോ എന്ന് പുള്ളി എടുത്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മദർ ബേരി അവിടെ വന്നിരുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാണ്, സംഭവം അത് പെട്ടെന്ന് സെറ്റിലായെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് പല ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും വിളിക്കുമ്പോഴെല്ലാം ഒന്നല്ല ഒരു ഒട്ടനവധി തവണ, ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് അവസരങ്ങളിലെല്ലാം വിളിക്കുമ്പോഴെല്ലാം നമ്മുടെ ഓടിയെത്തുന്നുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടെ കരം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. പിന്നെ കൂടാതെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഉടമ്പടി പത്രങ്ങൾ ഞങ്ങൾ അവിടെ വരുന്നവരുടെ വാങ്ങിപ്പിക്കാറുണ്ട്, അവിടെ വിതരണം ചെയ്യാറുണ്ട് അബുദാബിയിൽ. കൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളൊരു ഇവള് അവിടെ മെസ്സിന് പഠിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അവിടുത്തെ മരിയാസദനത്തിൽ ഫുഡ് അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുന്ന ഒരു ടീമുണ്ട്, അവരെ നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ. പിന്നെ കൂടാതെ ഡെയിലി ബ്രെഡ് എന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, ഉടമ്പടി ധ്യാനം റെഗുലറായിട്ട് കാണാറുണ്ട്. ഉടമ്പടി ധ്യാനം പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കും. എങ്കിലും ഞാൻ അന്ന് മുന്നേ പറഞ്ഞതുപോലെ എന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു ഇവിടെ അച്ഛൻ അൾത്താരയിൽ സംസാരിച്ചത്. അപ്പം അതുപോലെ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്. അമ്മ മാതാവ് എല്ലാ അനുഗ്രഹമൊക്കെ നന്ദി പറയുന്നു. പ്രത്യേകം പറയേണ്ടത്, കുഞ്ഞാവയ്ക്ക് ബ്ലഡ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ നേഴ്സാണ്, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് പാല് കുറവായതുകൊണ്ട് പാലും ഇല്ല. കൊച്ച് ക്ലൈമറ്റ് മാറി ഇവിടെ വന്നു, അബുദാബി ഉണ്ട്, കൊച്ച് ഇവിടെ വന്ന് കഴിയുമ്പോൾ ചൂടാണ്. അന്നും എൻ്റെ എല്ലാവരും ഉണ്ട്, അമ്മായിമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, നോക്കുന്ന ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരും എന്ന് പറയും പാല് കൊച്ചിയുടെ കരയിൽ എടുത്തുകൊണ്ട് പോകും. പക്ഷേ ആ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്കറിയാം പാലിൻ്റെ അല്ല കരച്ചിൽ, കൊച്ചിന് വയറ്റിൽ നിന്ന് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ കൊണ്ട് കൊച്ച് കരയുന്നത്. എനിക്ക് പാലില്ല, ഒന്ന് കംഫോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പാല് കൊടുക്കുന്ന സമയത്ത് കർഷകൻ കൈ പിടിക്കും, എന്നിട്ട് വിശ്വാസമാണ് ചെല്ലിയാണ് കൊച്ച് കരയിലെന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാ തന്നെ ഫീഡ് ചെയ്യുന്നത്. എന്നിട്ട് ഡോക്ടർമാരെ കാണാൻ പോകുമ്പം ഞങ്ങളൊരു ഡോക്ടർ ഉണ്ടെന്ന് കരുതി ഇങ്ങോട്ട് വന്ന സമയത്ത് ആ ഡോക്ടറിന് ടൈഫോയിഡ് പിടിച്ച് ആ ഒരാഴ്ച അഡ്മിറ്റായി, ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അപ്പം മറ്റ് പല ഡോക്ടർമാരെ കണ്ടേ. അപ്പോൾ അവർക്കൊന്നും എക്സാക്റ്റ് റീസൺ പറയാൻ അറിയത്തില്ല. അവർ പറയുന്നത് ഒന്നെങ്കിൽ സ്കാൻ ചെയ്യുക, ബ്ലഡ് ചെയ്യുക. ഓൾറെഡി NIC തൊട്ട് കരഞ്ഞ് കൂവി വന്ന് കൊച്ചിൻ്റെ വെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ NIC കിടക്കുമ്പോൾ തന്നെ എല്ലാ വെയിനും പോയി കിടന്നു. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊച്ചിന് വെയിനില്ല. വെയിൻ നോക്കാൻ വേണ്ടി ലാബിലെ സിസ്റ്റർമാർ കുത്തുന്നു, NICക്കാർ കുത്തുന്നു, അങ്ങനെ കുറേ കരഞ്ഞ് പിടിച്ചൊക്കെ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഒന്നുമില്ല. സ്കാൻ ചെയ്തു, അതിനകത്ത് ഒന്നുമില്ല. കാരണം ആർക്കും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വിചാരിച്ചത് ഡോക്ടർ ടൈഫോയിഡ് അഡ്മിറ്റ്. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാനോ
നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളായിരുന്നു. ആ സമയത്തെല്ലാം ഹസ്ബൻഡ് പറഞ്ഞു കാശുരൂപം കൈ പിടിക്കുക, മാതാവ് വിശ്വസിക്കുക, വിശ്വാസപ്രമാണം ചെല്ല്. അങ്ങനെയാണ് ഈ ഒരാഴ്ച ഞാൻ കഴിഞ്ഞ്. അതിൻ്റെ ഡോക്ടർ വന്ന് ഈ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, പാലിൻ്റെ അലർജിയാണ്, പാൽ നിർത്തിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് തൊട്ട് ഈ എല്ലാ ദിവസങ്ങളും എനിക്ക് പാലില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ചൂടുവെള്ളത്തിൽ ഉടമ്പടി വസ്തുക്കളായ തൈലവും തേനും ഉപ്പും കലർത്തി ആൾ കുടിക്കും, വെറും വയറ്റിൽ കുടിക്കും. ആ ഒരു മാത്രം എനിക്ക് മരുന്നായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ടെന്നുള്ളൂ. ബാക്കി എല്ലാ മരുന്നുകളും ഡോക്ടർമാർ തരുന്ന മരുന്ന് കഴിക്കുന്നു പറഞ്ഞാലും, പക്ഷേ എനിക്ക് വിശ്വാസം ഉടമ്പടി തൈലം എൻ്റെ ബ്രസ്റ്റിൽ ഞാൻ പുരട്ടുമായിരുന്നു എല്ലാ ദിവസവും. കാശുരൂപം കൈ പിടിച്ച് കുഞ്ഞാക്ക് പാൽ കൊടുക്കും, വിശ്വ കുഞ്ഞാക്ക് പാൽ കാണണേ കിട്ടണേ, അവൻ കരയല്ലേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസമാണ് ചെല്ലി ഞാൻ എല്ലാ തവണയും ഫീഡ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ എനിക്കറിയാം കുഞ്ഞാവ് കരയുന്നത് ഈ വേദന കൊണ്ടാണ്, ആ വേദന എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട്. പക്ഷേ എല്ലാവരും പറയും കുഴപ്പമില്ല, കുറഞ്ഞോളും, കൊച്ചു ക്ലൈമറ്റ് മാറിയതിൻ്റെയാണ്. എന്നിട്ട് രാത്രി കുഞ്ഞാക്ക് ഉറക്കവേ ഇല്ല, ക്ലൈമറ്റ് മാറി വന്നതുകൊണ്ട്. എന്നിട്ട് എല്ലാവരും നോക്കുന്ന ചേച്ചിയായാലും എല്ലാവരും വന്ന് ഒരു 12 വരെ ഇരിക്കും. 12 കഴിഞ്ഞപ്പോൾ ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ. ആ സമയത്തെല്ലാം കുഞ്ഞാവ് വാവിട്ട് കരഞ്ഞ് കഴിയുമ്പം എനിക്ക് നോക്കി നിൽക്കാൻ എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. അല്ല അമ്മമാർക്കറിയായിരിക്കും, കുഞ്ഞാവിക്ക് ബ്രസ്റ്റ് ഉണ്ട്, ഇച്ചിരി പാലുണ്ട്, പക്ഷേ കുഞ്ഞാവ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥ അവർക്ക് മനസ്സിലാവും. എനിക്ക് കൃത്യം പറയാൻ എനിക്കറിയില്ല. അന്നേരമല്ലേ ഈ കാശുരൂപം മാതാവും മാത്രം എന്നെ രാവിലെ ഉടമ്പടി ധ്യാനം ഫോൺ വെക്കും, ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യിപ്പിക്കും. അന്നേരം അവൻ ശാന്തമായിട്ട് ആ സമയങ്ങളിലെല്ലാം ശാന്തമായിട്ട് കിടന്നുറങ്ങുകയും, പാലില്ലാതെന്ന് എനിക്കറിയാം, എന്നാലും അസ്മിതം പാൽ കുടിക്കും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുമില്ല. സ്കാനിങ്ങിനെല്ലാം ഞാൻ പോയപ്പോഴെല്ലാം കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് പോയി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉടമ്പടി അനുഭവങ്ങൾ. ഇത്രയധികം അനുഗ്രഹങ്ങളും കൃപകളും നൽകി ഞങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷി സമർപ്പിക്കുന്നു.